അമ്മേ ശരണം, ദേവീ ശരണം, ചെട്ടികുളങ്ങര അമ്മേ ശരണം. അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ നമസ്കാരം. നാളെ കുംഭഭരണി ദിവസമാണ്. കുംഭഭരണി മഹോത്സവം, കുത്തിയോട്ടം നടക്കുന്ന ദിവസമാണ് നാളെ. ചരിത്ര പ്രസിദ്ധിയാർജിച്ച ചെട്ടികുളങ്ങര അമ്മയുടെ സന്നിധിയിൽ നാളെ നടക്കുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് കുത്തിയോട്ടം. ഈ കുത്തിയോട്ടത്തിൽ ജനകോടികളാണ് പങ്കെടുക്കുന്നത്. നാട്ടിൽ നിന്നും വിദേശത്ത് നിന്ന് വരെ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കാൻ വരാറുണ്ട്. ഈ ചടങ്ങ് കാണാനും ആസ്വദിക്കാനുമായിട്ട് പുറം ലോകത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. കുത്തിയോട്ടം എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. ഈ വഴിപാട് കോടികൾ വരെ ചിലവാക്കി നടത്തുന്നവരുണ്ട്. കോടികളും ലക്ഷങ്ങളും ആയിരങ്ങളും ഒക്കെ ചിലവാക്കി അവനവൻ്റെ കഴിവിനനുസരിച്ച് ഈ വഴിപാട് നടത്താൻ പറ്റും. കുത്തിയോട്ടം എന്ന് പറയുന്നത്, ഈ കുത്തിയോട്ടം നടത്തുന്ന വീട്ടുകാരൻ ഒരു ചെല്ലത്തിൽ വെറ്റവാക്ക് ദക്ഷിണ, അമ്മയ്ക്ക് കൊടുക്കാനുള്ള പണം, സ്വർണം, വിശിഷ്ടമായ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആ ചെല്ലത്തിൽ വെച്ച് തലയിൽ വെച്ച് ചുമന്നുകൊണ്ടാണ് അമ്മയുടെ സന്നിധിയിലേക്ക് നടന്നാണ് അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. അതിൻ്റെ കൂടെ അമ്മയ്ക്ക് ഗുരുതി കൊടുക്കുവാനുള്ള കുട്ടികളും കാണും. ഭദ്രകാളി അല്ലേ ഭഗവതി, ഭദ്രകാളിക്ക് ഗുരുതി കൊടുക്കാനായിട്ട് കുട്ടികളും കുഞ്ഞു പിള്ളേരും കാണും. കുട്ടികളെയൊക്കെ ഈ നടത്തിപ്പുകാർ പാവപ്പെട്ട വീടുകളിൽ പോയി അവരെ ദത്തെടുത്ത് കൊണ്ടുവരാണ്. ആ എടുക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള വീട് വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്വർണം കൊടുക്കും, പണം കൊടുക്കും. അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ആ കുട്ടികളെ ദത്തെടുത്ത് കൊണ്ടുവന്ന് ആശാന്മാരെ കൊണ്ട് ഇവരെ കുത്തിയോട്ടം ചുവട് പഠിപ്പിച്ച് കുത്തിയോട്ട ചുവട് വെച്ചാണ് അമ്മയുടെ സന്നിധിയിൽ എത്തിക്കുന്നത്. അവിടെ ചെന്നിട്ട് ശൂലം കുത്തി ഇറക്കി അങ്ങനെ ഗുരുതി എടുക്കും. കുറച്ച് രക്തം കണ്ടിട്ടാണ്, അങ്ങനെയാണ് ഗുരുതി എന്ന് പറയുന്നത്. രക്തം കുടിച്ചാണ് അങ്ങനെ അതിന് ഈ ശൂലം കുത്തി പൊടിച്ച് കുറച്ച് രക്തം കാണിക്കും. അങ്ങനെ ഗുരുതി കൊടുക്കുന്നത്. കുട്ടികളെ കൊണ്ടിരുന്നതോടൊപ്പം തന്നെ കുത്തിയോട്ട ചുവടുകൾ വലിയ ഒരു ഘോഷയാത്രയാണ് ഈ കുത്തിയോട്ട ചടങ്ങെന്ന് പറയുന്നത്. കുത്തിയോട്ടത്തിൻ്റെ കൂടെ പോകുന്ന ഭയങ്കര ഘോഷയാത്രയാണ്. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളുടെ താലപ്പൊലിയും ശിങ്കാരി മേളം പോലെ പല തരത്തിലുള്ള മേളങ്ങൾ അതുപോലെ ദേവീദേവന്മാരുടെ വേഷം എടുത്ത് ഉള്ള കളികൾ, കൊച്ചുകുട്ടികളുടെ പല വിധത്തിലുള്ള അവരുടെ ചുവടുവെപ്പുകൾ, പല സെറ്റ് കുത്തിയോട്ട പാട്ടുകൾ ഒക്കെ വലിയ വലിയ ഓരോ ജനസമുദ്രം പോലെയാണ് ജനങ്ങൾ അന്ന് അവിടുത്തെ ചെന്ന് നോക്കിയാൽ നമുക്ക് ഈ കിട്ടുകാഴ്ച എന്ന് പറയുന്നത് നമുക്ക് കണ്ണിനും മനസ്സിനും ഒരുപാട് കുളിർമ തരുന്ന ഒരു സംഭവമാണ്, ഒരു വഴിപാടാണ്. ഈ കുത്തിയോട്ടത്തിൻ്റെ കൂടെ കുത്തിയോട്ടം ഘോഷയാത്ര പോകുന്ന സമയത്ത് വഴിമധ്യേ അവിടെ അതാത് സ്ഥലത്തുള്ള ആൾക്കാർ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവരുടെ ദാഹം തീർക്കാനും വിശപ്പ് തീർക്കാനും വേണ്ടി ഒരുപാട് പലഹാരങ്ങളും ജ്യൂസ്, കാപ്പി, കട്ടൻ ചായ, അതുപോലെ നാരങ്ങ വെള്ളം, മോരും വെള്ളം, ഇങ്ങനെ അനവധി ആഹാര സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര ദൂരക്കാരാണെങ്കിലും ശരി അവിടെ നിന്നും നടന്നാണ് ഈ ഘോഷയാത്ര അവിടെ അമ്മയുടെ സന്നിധിയിൽ എത്തിക്കുന്നത്. കുട്ടികളുടെ ഈ ചുവടുവെപ്പും ഈ പലതരത്തിലുള്ള ചടങ്ങുകളോട് കൂടിയാണ് അമ്മയുടെ സന്നിധിയിൽ എത്തിക്കുന്നത്. ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഒരു ഭാഗ്യമാണ്. അത് കാണാനും കേൾക്കാനും എല്ലാം ആ ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത്. ഈ കുത്തിയോട്ട് 10 ദിവസമാണ് കുത്തിയോട്ടം നടത്തിപ്പുകാരൻ്റെ വീട്ടിലെ ആഘോഷങ്ങൾ. അതായത് നേരം വെളുക്കുമ്പം മുതൽ പോകുന്നത് വരെ, രാത്രി ഈ പരിപാടി ഈ കുത്തിയോട്ടം തീരുന്നത് വരെ അന്നദാനം കൊടുത്തുകൊണ്ടേയിരിക്കും. പലഹാരങ്ങളും, കഞ്ഞി, ഊണ്, അങ്ങനെ എന്ത് കാപ്പിയോ വെള്ളം എന്ത് വേണമല്ലോ എപ്പോഴും ഇങ്ങനെ ആവശ്യാനുസരണം ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കും. എത്ര ജനങ്ങൾ വന്നാലും അവർക്കൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രാധാന്യം. അന്നദാനമാണ് ഈ ഒരു കുത്തിയോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം.
എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദേവി ഭാഗവത പാരായണം കാണും. ആചാര്യന്മാർ പൗരാണികന്മാർ ഉച്ചരിക്കുന്ന ദേവി ഭാഗവതം ഉച്ചരിക്കുന്നതായിട്ട് കേൾക്കാം. അവിടെ വായനയുണ്ട്. പിന്നെ രാത്രി സന്ധ്യയ്ക്ക് ശേഷമാണ് അമ്മയുടെ വലിയ ഒരു അമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ വെച്ചിട്ട് വിളക്കും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കുത്തിയോട്ടച്ചവിട് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തുടങ്ങി രാത്രി 12 മണി വരെയും കാണും. കുത്തിയോട്ടച്ചവിട് കാണാനാണ് ജനസമുദ്രമാണ്. ഏത് വീട്ടിൽ ഏത് സ്ഥലത്ത് നടത്തിയാലും അവിടെ ജനസമുദ്രം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ കുത്തിയോട്ടച്ചവിട് കാണാനായിട്ട്. കുത്തിയോട്ട പാട്ട് പാടി കുട്ടികളെ കൊണ്ട് ചവിട് പഠിപ്പിച്ച് മറ്റ് കുറേ സെറ്റുകാർ കളിക്കുകയും ചെയ്യും. അങ്ങനെ അമ്മയ്ക്ക് ആ പാട്ടുകൾ കേട്ടാൽ തന്നെ നമുക്ക് ഒരു കുളിർമയാണ് മനസ്സിനും ഒക്കെ. ഈ കളികളോട് ഒപ്പം തന്നെ എന്താ പറയുക, ഈ 10 ദിവസവും ഈ കാര്യങ്ങളെല്ലാം കാണും. കുംഭഭരണി നാളിലാണ്, അന്ന് പുലർച്ചെയാണ്. എത്ര ദൂര സ്ഥലത്ത് നിന്നായാലും പുലർച്ചെ അവിടെ എത്തിയിരിക്കണം. കൂടുതലും അമ്മയുടെ സന്നിധിയിൽ എത്തിക്കും. ആ കുത്തിയോട്ട ചുവടും ആ കുട്ടികളുമായിട്ട് അവിടെ എത്തിക്കും. മുൻപേ തന്നെ ഈ കുത്തിയോട്ട് നടത്തിപ്പുകാരനാണ് അതിൽ ദക്ഷിണയും സ്വർണവും പണവും ഒക്കെ വെച്ച് മുൻപേ പോകും. കുട്ടികളാണ് ഏറ്റവും മുൻപേ പോകുന്ന ആശാന്മാർ കുത്തിയോട്ട് ചുവട് വിപ്പിച്ച് ഇങ്ങനെ അതിൻ്റെ പുറകിന് വീട്ടുകാരൻ, അതിൻ്റെ പുറകിൽ നിരവധി ചടങ്ങുകളോട് കൂടിയ താലപ്പൊലി മേളങ്ങൾ അങ്ങനെ ഇങ്ങനെ കാണാം. അങ്ങനെ ആ കുത്തിയോട്ട വഴിപാട് നടത്തുന്ന ദിവസം, ഘോഷയാത്ര പോകുന്ന ദിവസം കുംഭഭരണി നാളിൽ നടന്ന ഒരു സംഭവം പറയാനായിട്ടാണ് ഇത് തുടങ്ങിയത്. അന്ന് കൊഞ്ചും മാങ്ങാക്കറി എന്നൊരു വിഭവം എല്ലാ വീടുകളിലും എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് ഈ കുത്തിയോട്ടത്തിൽ പങ്കെടുത്ത് പോകുന്നത്. പണ്ട് പുരാതന കാലത്ത് ഈ എന്താ പറയുക, ഈ ഒരു പുലയക്കുടിയിലാണ് സംഭവം. അവിടുത്തെ വീട്ടുകാർ കൊഞ്ചും മാങ്ങായും കൂടെ കൂട്ടുകറി വയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ച സമയത്താണ് ഘോഷയാത്ര വരവ് തുടങ്ങിയത്. ഇവർക്ക് ആകെപ്പാടെ ഒരു വെപ്രാളമായി. ഘോഷയാത്ര കാണുകയും വേണം, ഈ കൊഞ്ചും മാങ്ങാക്കറി പാകപ്പെടുത്തി വയ്ക്കുകയും വേണം. ഇത് രണ്ടും കൂടെ എങ്ങനെ സാധിക്കത്തില്ല. ഈ പാകപ്പെടുത്തി വെച്ചെങ്കിൽ വീട്ടുകാരൻ വന്ന് അന്നത്തെ കുടിച്ചുകൊണ്ട് വന്ന് ബഹളവും ഉപദ്രവവും പല വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഇവർക്ക് ആകെ സംഭ്രമമായി വിഷമമായി. ഇവർ രണ്ടും നിശ്ചയിച്ച അമ്മയോട് പറഞ്ഞു, എൻ്റെ ഭഗവതി, ഞാൻ എന്തായാലും ഘോഷയാത്ര കാണാൻ പോവുകയാണ്, എൻ്റെ വന്നു വെച്ചാൽ അമ്മ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഇറങ്ങിത്തിരിക്കും. ഇറങ്ങി റോഡരികിൽ ചെന്ന് നിന്ന് ഈ ഘോഷയാത്ര മൊത്തം മണിക്കൂറുകളോളം ഇവർ നോക്കി നിന്ന്. അത്രയും സമയവും ഈ ഘോഷയാത്ര കാണാനുണ്ട്. മണിക്കൂറുകളോളം കണ്ടാലും തീർത്തല്ല അതുപോലെയാണ്. അത് മൊത്തവും കണ്ട് അവർ എല്ലാം മറന്ന് ഘോഷയാത്ര കണ്ടും കേട്ടും പോയി. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇവർ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇവർക്ക് അത്ഭുതം പെട്ടുപോയി. ഈ കൊഞ്ചും മാങ്ങാക്കറി നല്ല പാകത്തിൽ ആരോ അവിടെ വന്നിരുന്ന് പാകപ്പെടുത്തി വെച്ചതുപോലെ ഇവർക്ക് തോന്നി. അതേപോലെ കരിഞ്ഞതുമില്ല, കങ്ങലും കീറിയില്ല, നല്ല പാകത്തിൽ ആ കറി അവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് അത്ഭുതമായി, കുളിരുകോരി. ഇവരെല്ലാവരോടും പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ പൊന്നുതമ്പുരാട്ടി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൊഞ്ചും മാങ്ങാക്കറി പാകപ്പെടുത്തി തന്നിട്ട് പോയിരിക്കുന്നു, എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതം കഥകളെല്ലാവരോടും പറഞ്ഞ് നടന്ന്. അങ്ങനെ ആ ഒരു സ്മരണയിലാണ് ഇന്നും നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം തന്നെ എല്ലാ വീടുകളിലും സ്ത്രീകൾ പുലരുന്നതിന് മുൻപേ എഴുന്നേറ്റ് വിഭവസമൃദ്ധമായി സദ്യ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ഈ കൊഞ്ചും മാങ്ങാക്കറി എന്നും പാകപ്പെടുത്തിയിട്ടാണ് അവർ കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഇന്നും എല്ലാവരും പോകുന്നത്. ഈ ചെട്ടികുളങ്ങര അമ്മയുടെ അത്ഭുതകരമായ കഥകൾ ഒരുപാട് പറയാനുണ്ട്. പുറകെ ഓരോ വീഡിയോയിൽ ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുക. അതിനുവേണ്ടി ഈ ചാനലൊന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.